എൻ്റെ അമ്മനെ വിളിക്കാൻ പോകണം. ഞാൻ അപ്പോൾ റോഡിലോട്ട് കയറുകയാണ്. അപ്പോൾ അവളെ ഞാനാണ് കൊണ്ടുവിട്ടത്. നടന്നാണ്, അതുകൊണ്ട് ഒത്തിരി ദൂരമുണ്ട്. റോഡിൽ വന്നു. അപ്പം നമുക്ക് നടക്കാം. ഒത്തിരി ദൂരം ഉണ്ടെന്ന് ചോദിച്ചു. ഉണ്ട്, അധികം പറയാം. ഇപ്പോൾ പിന്നെ കാട്ടിൽ കൂടെ ആണെന്ന് ചോദിക്കും. അല്ല കേട്ടോ, പിന്നെ ഇവിടെയൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ മാത്രമാണ് ഈ സ്ഥലത്ത് വ്ളോഗറായിട്ട് ഉള്ളത്. എൻ്റെ ഫ്രണ്ട് കൊടുക്കുന്നുണ്ട്, എന്നാൽ ഇവിടെ അല്ല കേട്ടോ. നീ കുറേ പോകണം. ഞാനേ നിങ്ങളോടൊരു കാര്യം ഇടയ്ക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കുന്നവർ മണ്ടരാണോ? കാരണം അവർ നല്ല വീഡിയോ ആണെങ്കിലും കൊള്ളാത്ത വീഡിയോ ആണെങ്കിലും, കൊള്ളാത്ത വീഡിയോ ഇല്ല, കൊള്ളാത്ത വീഡിയോ ആണെങ്കിലും അവർ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യത്തില്ല. നല്ല ആണെങ്കിലും അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാണുന്നവർ മണ്ടരാണെന്ന് അതാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ വ്ളോഗ് എടുക്കുകയാണ്. അപ്പുറത്ത് നിൽപ്പുണ്ട്. പിന്നെ ഞാൻ അവളെ വിട്ട് ഒരു അംഗൻവാടി ഉണ്ട്. ഞാനും അവളും കുഞ്ഞിലെ പഠിച്ച് അംഗൻവാടിയുടെ താഴെ ആവണി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പം അവിടാണ് തമ്പുരു. അപ്പം മൊബൈൽ അവിടെ കാണാൻ വെച്ചിട്ട് പോകണം. നല്ല വെയിലുണ്ട് റോഡിൽ. ഞാനാലും കുടയൊക്കെ കരുതിയാണ് വന്ന്. എങ്ങാനും മഴ പെയ്തേ പെട്ട് കേസ്. പിന്നെ അംഗൻവാടിയിൽ നിന്ന് കുറച്ച് അമൃതം എന്നൊക്കെ പറഞ്ഞ പൊടിയൊക്കെ വാങ്ങിക്കണമായിരുന്നു. അത് ഞങ്ങൾക്കാണ്. ഞങ്ങൾക്കൊരു ടീച്ചർ തരും, എൻ്റെ അനിയത്തിക്ക് കൊടുക്കുക. ഞാൻ പിന്നെ ഇന്ന് കരാട്ടെ ഇല്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇന്നില്ല. സ്കൂൾ കോമ്പറ്റീഷനോ അങ്ങനെ കണ്ടേതാണ്ടുണ്ട്. അപ്പോൾ പിള്ളേരെല്ലാം അതിന് പോയേക്കുക. അപ്പോൾ റോഡിൽ കൂടെ എല്ലാം വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഒത്തിരി നടക്കണം. ഞാനിപ്പോൾ ഒരു 2-3 വളവ് കഴിഞ്ഞു. ഇനിയുണ്ട് കേട്ടോ. പള്ളിയൊക്കെ ഓപ്പണായി. നമുക്ക് പെട്ടെന്ന് പോകണം. അവിടെ ഒരു കടയുണ്ട്, അവിടുത്തെ അച്ഛൻ ഇവിടെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് പോകാം. ഞങ്ങൾ പോകുന്ന വഴിക്കൊരു പള്ളിയുണ്ട്. ഇത് ഇവിടാണ്. ഇവിടെ അവിടെ ഒരു പള്ളിയുണ്ട്. കാണാൻ പറ്റില്ല, കാണിക്കാം. ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പം ഞാൻ കട കഴിഞ്ഞു. ഇനി ഇതാണ്ട് എൻ്റെ അടുത്താണ് പള്ളി. കാണിച്ചു തരാം. കാണാമോ? അതാണ് പള്ളി. അപ്പോൾ അവിടെ ഒരു വെള്ളച്ചാലുണ്ട്, ഒരു കുഞ്ഞ് വെള്ളച്ചാൽ. എനിക്ക് ആ വെള്ളച്ചാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ അപ്പോൾ ആ വെള്ളച്ചാൽ മേളിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. വണ്ടി 2 സൈഡിൽ നിന്നും വരുന്നുണ്ട്. അപ്പം നിൽക്കാം. ഒരോട്ടോ ഇങ്ങോട്ടുണ്ട്. അപ്പോൾ വെള്ളച്ചാൽ കാണിച്ചു തരാം.
വേണ്ട ഇതാണ് വെള്ളച്ചാല, അടിപൊളി വെള്ളച്ചാലാണ്. ഞാൻ ഇവിടെ കാലിയായിരുന്നു. ഇനിയും പോകണം തമ്പുരുവിനെ വിളിക്കാൻ. 2-3 വളവും കൂടെ കാണും. ഞാനിപ്പോൾ ഇത് 4ാമത്തെ തവണയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ആദ്യം കൊണ്ടുവിടാൻ പോകുന്ന നേരം ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഇനിയും വീഡിയോ എടുക്കുന്നതായിരിക്കും. ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നില്ല. എൻഡ് കാണാൻ എല്ലാവരും മറക്കല്ലേ. അപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പള്ളി കഴിഞ്ഞ് ഞാനിപ്പം ശ്രീകൃഷ്ണജയന്തിക്ക് ഇവിടെ എല്ലാം കൂടിയേക്കണം. ആർട്ടിഫിസ് കാണിച്ചു തരാം. ഉണ്ട്. പിന്നെ മഴയൊക്കെ പെയ്ത് നല്ല നല്ല ഭംഗിയാണ്. ഇപ്പോൾ എത്തി ഞാൻ സ്ഥലം. ഇച്ചിരി കൂടെ ഒരു കയറ്റം കൂടെ ഉണ്ട്. ആ ഒരു കയറ്റമാണ് നമുക്ക് വയ്യാത്തത്. ഇപ്പം വണ്ടി ഏതാണ്ടൊക്കെ വരുന്നുണ്ട്. നമുക്കപ്പോൾ അപ്പുറത്തെ സൈഡ് കിടക്കണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു കയറ്റം കൊണ്ടുണ്ട്. അപ്പം അംഗൻവാടിയിൽ നിന്ന് പൊടിയൊക്കെ വാങ്ങിച്ചു അനിയത്തെ വിളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇങ്ങനൊരു വ്ളോഗാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല തീരെ. കാരണം ഇങ്ങനൊരു വ്ളോഗ് എനിക്ക് എടുക്കാൻ പറ്റുന്നതായിരുന്നു. പോയിട്ട് കാണാം. ഇപ്പം അംഗൻവാടി എത്തി. അംഗൻവാടിയുടെ അടുത്തായി ചെറിയ മഴച്ചാറ്റലുണ്ട്. പെട്ടെന്ന് പോയി വിളിക്കാം. ഇവിടെ ഒരു പട്ടിയൊക്കെ നിൽപ്പുണ്ട്. നല്ല മഴ ചാറുന്നുണ്ട്. മഴ ചാറി തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഒടുക്കലൊക്കെ പറ്റത്തില്ല കേട്ടോ. ഞാൻ ഒരു കട എടുത്തിട്ടുള്ളൂ. പട്ടിയൊക്കെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഒന്നും വെച്ചിട്ട് പോകാനും നമുക്ക് പറ്റത്തില്ല. എന്നാലും ഞാൻ എൻ്റെ കയ്യിൽ തന്നെ പിടിക്കും. അപ്പം പോയിട്ട് തമ്പുരനെ വിളിച്ചിട്ട് വരാം. തമ്പുരു വിളിക്കാം. തമ്പുരു തമ്പുരു ബാ പോകാം. വാ തമ്പുരു പോകാം. മഴ പെയ്യുന്നതിന് മുമ്പേ പോണം. വാ. ഇല്ല, ഇവിടെ സ്ഥിരത്തോട്ടില്. കുഞ്ഞുറങ്ങിയാ? ബാദം പിടിച്ചു കാല് വരിക. അമ്മ അവിടെ ഉണ്ട്. ഇല്ല, അച്ഛൻ ഈ തടിയില്ലേ അതിൻ്റെ. ആ ബാമ്പിടി പെട്ടെന്ന് പോകാം. മഴ ചാറുന്നു ചെറുതായിട്ട്. ഞാൻ ഒരു കുട എടുത്തിട്ടുള്ളൂ. ഞാനിപ്പോൾ മൊബൈലും കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടോ വ്ളോഗ് എടുക്കുക.